ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമുക്ക് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ വേറൊരു പാർട്ട് നോക്കാം, അതായത് സബ് മെട്രിക്സസ് ഓഫ് ദ ഇൻസിഡൻസ് മെട്രിക്സ്. നമ്മളിപ്പോൾ 5th മോഡ്യൂളിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ഫസ്റ്റ് ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് സബ് മെട്രിക്സസ്. സാധാരണ എല്ലാ മെട്രിക്സിനും എടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും സബ് മെട്രിക്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. ആ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു സബ് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ആ സബ് ഗ്രാഫ് എടുക്കും. ഗ്രാഫിൽ നിന്ന് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസും കുറയും, ചിലപ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസും കുറയും. അപ്പോൾ അങ്ങനെ ഒരു സബ് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ്. നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് എ ഓഫ് ജി. അപ്പോൾ എ ഓഫ് എച്ച് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ എ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് ദ സബ് ഗ്രാഫ്. ഇനി ഈ രണ്ട് മെട്രിക്സ് നമ്മൾ എടുത്തതിന് ശേഷം ഈ രണ്ട് മെട്രിക്സിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കണം. അതായത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ഗ്രാഫ് എടുത്തിട്ട് ആ സബ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്ത് എടുത്ത ആ സബ് ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സും ആ മെട്രിക്സ്, അതായത് ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ സബ് മെട്രിക്സ് ആണോ എന്നും കൂടി നമ്മൾ നോക്കണം. ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് എടുക്കുന്നു, അതുപോലെ തന്നെ ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ സബ് മെട്രിക്സ് എടുക്കുമ്പോൾ എ ഓഫ് എച്ചും അതിൻ്റെ സബ് മെട്രിക്സ് ആവണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പോസിബിളി വിത്ത് റോസ് ഓർ കോളംസ് പെർമ്യൂട്ടഡ്, അങ്ങനെയാണെങ്കിൽ അതിൽ അവർ പറയുന്നത് ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ സബ് മെട്രിക്സ്. അതായത് ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഈച്ച് n by k സബ് മെട്രിക്സ്. എന്തുകൊണ്ട് n by k എന്നുള്ളത് ഞാൻ പറയാം. n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ്, നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് വേർട്ടിസസും m എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എടുക്കുന്നത്? നമ്പർ ഓഫ് എഡ്ജസും ആണ്. നമ്മളിവിടെ സബ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ ആ മെട്രിക്സിനകത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യുക? അതിലെ എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ കുറച്ചിട്ട് അപ്പോൾ നമ്മൾ വെർട്ടിസസിൽ നമ്മൾ കുറയ്ക്കുന്നില്ല, പകരം നമ്മൾ എഡ്ജസിലാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസിന് കുറവുള്ള ഒരു നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുമ്പോൾ, അതായത് നമ്മൾ കെ എന്ന് എടുക്കുവാണെന്ന് വെച്ചോ, ഈ കെ എന്ന് എടുക്കുമ്പോൾ ഈ കെ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ ഓഫ് എഡ്ജസിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ കെ ഈസ് ലെസ് ദാൻ എം എന്ന കൺസിഡറേഷനാണ്. ആൻഡ് ഓൾസോ എ സബ് ഗ്രാഫ് ഓഫ് ജി വിത്ത് കെ എഡ്ജസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കെ എഡ്ജസ്, അതിൽ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എം ആയിരിക്കും. ആൻഡ് എൻ ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ജി. ആൻഡ് n ഇസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ജി എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് ഞാനിവിടെ എടുക്കുവാണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നതിൽ എത്ര വേർട്ടിസസ് ഉണ്ട്? V1, V2, V3, V4 എന്ന 4 വേർട്ടിസസും അതുപോലെ തന്നെ 5 എഡ്ജസും വരുന്ന ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് ആണ് എ ഓഫ് ജി നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെയും നമ്മൾ ബൈനറി കോഡ് തന്നെ യൂസ് ചെയ്യുന്നത്. 0 and 1 എന്ന ബൈനറി കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു സബ് ഗ്രാഫ് നമുക്കിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാം. സപ്പോസ് ഞാൻ ആ വേർട്ടിസസിനെ കുറയ്ക്കുന്നില്ല, പകരം നമ്പർ ഓഫ് എഡ്ജസ് കുറയുന്ന രീതിയിൽ ഞാനൊരു ഗ്രാഫ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുവാണ്. അതായത് V1, V2, V3, V4. അതിലെ എഡ്ജ് E4ഉം E5ഉം ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ഓഫ് എച്ച് ഈക്വൽ ടു E1, E2, E3. അപ്പോൾ E1 എന്ന് പറയുന്നത് ഏതൊക്കെ വേർട്ടിസസിൽ, അതായത് ഏതൊക്കെ എഡ്ജസുമായിട്ടാണ് ഇൻസിഡൻറ്റ് V1ലുണ്ട്, അതുപോലെ എന്താ V1ൽ ഏതൊക്കെ എഡ്ജസ് ആണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്? E1ഉം E2ഉം. അപ്പോൾ 1, 1, E3 ഇല്ല, 0. ഇനി V2ൽ എത്ര എഡ്ജസ് ആണ് ഇൻസിഡൻറ്റ്? V1 മാത്രമാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്. സോറി, ഇവിടെ 1 ആണ് വരുന്നത്. 1, 0, V2 ഇല്ല, അതുപോലെ തന്നെ V3 ഇല്ല, V3 ഇല്ല. ഓക്കെ, V3 ഇല്ല. അപ്പോൾ 1, 0, 0. ഇനി V3 എടുക്കുമ്പോൾ E2, E3 ആണ് ഇൻസിഡൻറ്റ്. അപ്പോൾ E2, E3 ഇൻസിഡൻറ്റ്. V4 എടുക്കുമ്പോൾ E3 മാത്രമാണ് ഇൻസിഡൻറ്റ്. അങ്ങനെ നമ്മൾ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു. ഈ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്ന ഇൻസിഡൻസ് മെട്രിക്സ് ആ മെട്രിക്സിൻ്റെ, അതായത് ഒറിജിനൽ മെട്രിക്സിൻ്റെ സബ് മെട്രിക്സ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒറിജിനൽ മെട്രിക്സിൻ്റെ സബ് ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. അതായത് ഈ ഗ്രാഫിൻ്റെ ഈ സബ് ഗ്രാഫ്, ഇത് ഒരു സബ് ഗ്രാഫാണ്.
സോ ദിസ് ഇസ് എ സബ് ഗ്രാഫ്. ആൻഡ് ഓൾസോ ഈ ഒരു ഗ്രാഫിൻ്റെ പാർട്ട് നോക്കുമ്പോൾ, അതായത് ഈ ഗ്രാഫ് എടുക്കുമ്പോൾ ദാണ്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് ഒറിജിനൽ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 വെർട്ടെക്സ് ആൻഡ് 5 എഡ്ജസ്, അതായത് 4 റോസ് ആൻഡ് 5 കോളംസ് വരത്തക്ക രീതിയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 4 റോസ് ആൻഡ് 3 കോളംസ്. അപ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ് നമ്മൾ മാറ്റുന്നില്ല, പകരം നമ്പർ ഓഫ് എഡ്ജസ് ആണ് നമ്മളിവിടെ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ഗ്രാഫിൻ്റെ തന്നെ ഒരു സബ് ഗ്രാഫും സബ് മെട്രിക്സും കൂടിയാണ്. അതാണ് ഇവിടെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ സബ് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് എടുക്കുമ്പോൾ ആ ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ മെട്രിക്സ്, അതായത് എ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ മെട്രിക്സിൻ്റെ സബ് മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എടുക്കുവാണ്. സോ ഇനി സപ്പോസ് ഇനി നമുക്ക് ഒരുപാട് വേറെയും ഗ്രാഫ്സ് ഒക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ V1 V2 അതുപോലെ തന്നെ V3 V4 എന്ന് എടുക്കുവാണ്. അപ്പോൾ അതായത് ഇത് ഏത് എഡ്ജാണ്? E1ഉം ഇത് E3. നമ്പർ ഓഫ് വെർട്ടിസസ് മാറിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് നമുക്കിതിനെ H1 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ A ഓഫ് H1 ഇസ് ഈക്വൽ ടു V1 V2 V3 V4 എന്ന 4 വേർട്ടിസസ് വരുന്നു. അതിൻ്റെ കൂടെ എത്ര എഡ്ജസ് വരുന്നു? E1 E2 എന്ന 2 എഡ്ജസ് ആണ് വരുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4/2 ആണ്. അപ്പോൾ E1 ഇസ് ഇൻസിഡൻറ്റ് ഓൺ ഹൗ മെനി വേർട്ടിസസ്? E1 ഇസ് ഇൻസിഡൻറ്റ് ഓൺ V1 ആൻഡ് V2. അപ്പോൾ V1ൽ E1 മാത്രമാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്, E2 ഇല്ല. V2ൽ E1 മാത്രമാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്, അവിടെയും ഇല്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഇവിടെ V3ൽ E1 ആൻഡ് E3 അല്ലേ, അപ്പോൾ ഇവിടെ E3 ആണ്. സോ ഇവിടെ E3 ആണ് വരേണ്ടത്, ഞാനിവിടെ E2 എന്ന് എടുത്തു, E1 E3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ V3ൽ ഏതൊക്കെ എഡ്ജാണ് ഇൻസിഡൻറ്റ്? E3 ഇൻസിഡൻറ്റ്. അപ്പോൾ E1 ഇല്ല. V4ലും E3 ആണ് ഇൻസിഡൻറ്റ്, E1 ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സബ് മെട്രിക്സ് കിട്ടുന്നുണ്ട്. ഈ സബ് മെട്രിക്സ് നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഈ സബ് മെട്രിക്സ് ശരിക്കും പറഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ഫസ്റ്റ് കോളം, അതായത് നമ്മുടെ ഫസ്റ്റ് കോളം ആൻഡ് ഓൾസോ ദ തേർഡ് കോളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു കോളം ആൻഡ് E3 എന്ന ഈ ഒരു കോളവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്താലും, അതായത് ഇവിടെ നമുക്ക് ഒരു കാര്യമെന്ന് വെച്ചാൽ ഗ്രാഫ് തന്നാൽ നമുക്ക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ മെട്രിക്സ് തന്നാൽ നമുക്ക് ഈ ഗ്രാഫും കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം. അതിനെയാണ് അവിടെ ഒരു വേർഡ് പറഞ്ഞിരിക്കുന്നത്, ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഈച്ച് n/k സബ് മെട്രിക്സ്. ഏത് n/k സബ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താലും ആ മെട്രിക്സിൽ നിന്ന് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ സബ് മെട്രിക്സും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിൽ ആ സബ് മെട്രിക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതായത് സബ് ഗ്രാഫിൽ k എഡ്ജസ് ഉണ്ടാവും, അതുപോലെ തന്നെ k ഈസ് ലെസ് ദാൻ m ആയിരിക്കണം, അതുപോലെ നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് സബ് ഗ്രാഫ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് പറയാൻ പറ്റിയ ഒരു പേരെന്ന് പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് എന്നായിരിക്കാം നമുക്ക് പറയാൻ പറ്റിയ പേര്. കാരണം സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ് ഓർ സെയിം, ബട്ട് ദ നമ്പർ ഓഫ് എഡ്ജസ് ഓർ റെഡ്യൂസ്ഡ്. സോ ഈ നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ലെസ് ദാൻ ദ ഒറിജിനൽ ഗ്രാഫിനേക്കാൾ നമ്പർ ഓഫ് എഡ്ജസ് ലെസ് ദാൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏത് ഗ്രാഫ് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഇഫ് എ ഗ്രാഫ് ഇസ് ഗിവൺ വി ക്യാൻ ഫൈൻഡ് ഇൻസിഡൻസ് മെട്രിക്സ്. സിമിലർലി ഇഫ് മെട്രിക്സ് ഇസ് ഗിവൺ വി ക്യാൻ ഫൈൻഡ് ദ സെയിം സബ് ഗ്രാഫ് ഓൾസോ. അതാണ് ഇവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ സബ് മെട്രിക്സ് എന്ന ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു തിയറം കൂടി നോക്കാം. ദാറ്റ് മീൻസ് എ പ്രോപ്പർട്ടി ഓഫ് സബ് മെട്രിക്സ് ഓഫ് ദ ഇൻസിഡൻസ് മെട്രിക്സ്. സോ ദാറ്റ് ഈസ് എ തിയറം. സോ ആ ഒരു തിയറം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ലെറ്റ് A of G be the incidence matrix of a connected graph with n vertices
an n minus 1 by n minus 1 submatrix of the incidence matrix is non-singular. Non-singular എന്ന് പറഞ്ഞാൽ എന്താണ്? The determinant of that matrix is not equal to 0. If and only if and only if എന്ന് പറയുമ്പോൾ to and fro നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. If then n minus 1 edges corresponding to the n minus 1 columns of this matrix constitute a spanning tree in this graph എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൂഫിലോട്ട് വരാം. സോ ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ an എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഡെഫിനേഷനിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സബ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. ലെറ്റ് എച്ച് ബി എ സബ് ഗ്രാഫ്. അപ്പോൾ ഇത് ജി ബി ദ ഒറിജിനൽ ഗ്രാഫ് എന്ന് എടുക്കാം. ഇത് എച്ച് ഒരു സബ് ഗ്രാഫായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ വേർട്ടിസസിൽ ഒരു മാറ്റവും ഇല്ല, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ദാണ്ട് V1 E1ഉം E2ഉം ഇൻസിഡൻ്റ് ആണ്, V2 E1 മാത്രം ഇൻസിഡൻറ്റ്, V3 E2 E3 ഇൻസിഡൻ്റ് ആണ്, V4 E3 മാത്രമാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജ്. അങ്ങനെ നമ്മൾ ആ ഒരു സബ് മെട്രിക്സ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഒറിജിനൽ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 4/5. സബ് മെട്രിക്സിൻ്റെ ഓർഡർ 4/3 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4/3 മെട്രിക്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ്, അതായത് നമ്മൾ നമ്പർ ഓഫ് എഡ്ജസ് കുറച്ചിട്ടാണ്, അതായത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ 4/5 നിന്ന് നമ്മളിവിടെ 4/3 ആക്കി. ഇനി n ഡിനോട്ട്സ്, n ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് വേർട്ടിസസ്. n ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് വേർട്ടിസസ്. സപ്പോസ് നമ്മൾ ഒരു കാര്യം ചെയ്യാം. സപ്പോസ് ഇഫ് വി റിമൂവ് one vertex, suppose if we remove one vertex from A of H. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ V4 ആണ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. ഞാൻ ഈ V4 ഇവിടുന്ന് എടുത്ത് കളയുവാണ്. ഈ V4 എടുക്കുന്ന ഒരു വെർട്ടെക്സ് ഞാൻ എടുത്ത് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു നമുക്ക് 4 ആണ്. അപ്പോൾ n മൈനസ് 1 ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ്, ഈ ഒരു റോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് A ഓഫ് H1 എന്ന് എടുക്കാം. അപ്പോൾ ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 0 1 0 0 0 1 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്താണ്? 3/3. നമ്മളിവിടെ n മൈനസ് 1 ഈക്വൽ ടു എത്രയാണ് എടുത്തിരിക്കുന്നത്? 3 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 എന്ന കോൺസെപ്റ്റിൽ നമുക്കിത് എടുക്കാം. സോ ഇവിടെ ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സബ് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ സബ് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് A of H1 ഇസ് ഈക്വൽ ടു അങ്ങനെ ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് നമുക്ക് കണ്ടെത്താം. ഹൗ വിൽ യു ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ്? അതായത് വി ഫൈൻഡ് ദ റാങ്ക്. അപ്പോൾ റാങ്ക് ഓഫ് A of H1 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ റാങ്ക് കണ്ടെത്താനായിട്ട് ഫസ്റ്റ് രണ്ട് രീതിയുണ്ട്. ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, മറ്റൊന്ന് അല്ലാതെ തന്നെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ കൊടുക്കുന്ന ഒരു കാൽക്കുലേഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് റോ ട്രാൻസ്ഫർമേഷൻ കൊടുക്കാം. ഫസ്റ്റ് റോ അതേപടി എഴുതുക, അതായത് ഫിക്സ് ദ ഫസ്റ്റ് റോ 1 1 0. ഇനി സെക്കൻഡ് റോയ്ക്ക് കാൽക്കുലേഷൻ എന്താണ്? R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2 മൈനസ് R1. അപ്പോൾ 0 മൈനസ് 1 0. തേർഡ് റോയ്ക്ക് 0 ആക്കണ്ട, കാരണം ഈ ഫസ്റ്റ് എൻട്രി 0 ആയത് കാരണം അതേപടി അവിടെ എഴുതുക. ഇനി അതിനുശേഷം ഫസ്റ്റ് റോ നമ്മൾ വിട്ടേക്കണം, ലീവ് ദ ഫസ്റ്റ് റോ. നൗ ഫിക്സ് ദ സെക്കൻഡ് റോ. സോ 0 മൈനസ് 1 0 എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് റോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി -1 ആണ്, അതിന് താഴത്തെ എൻട്രിയാണ് നമ്മൾ 0 ആക്കേണ്ടത്. അതായത് R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 പ്ലസ് R2. അപ്പോൾ നമ്മുടെ ആൻസർ 0 0
1 പ്ലസ് 0 ഇസ് 1 വരുന്നുണ്ട്. സോ ദെയർഫോർ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് റാങ്ക് ഇസ് ഈക്വൽ ടു 3. റാങ്ക് ഇസ് ഈക്വൽ ടു 3 ഫോർ ദിസ് മെട്രിക്സ്. അതായത് ഈ മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതും എന്തായിരിക്കും? ഇഫ് ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ദെൻ വി സേ ദ റാങ്ക് ഇസ് ഓൾസോ ഈക്വൽ ടു 3. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 1 ഇൻറ്റു 0 മൈനസ് 0 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 0 പ്ലസ് 0 ഇൻറ്റു 1 മൈനസ് 0 എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് ആൻസർ -1 ആണ് വരുന്നത്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഓൾസോ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വന്നാലും തന്നെ നമുക്ക് പറയാം റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എ ഓഫ് H1 ഇസ് ഈക്വൽ ടു എന്താണ്? ദ വാല്യൂ ഇസ് ഈക്വൽ ടു 3. റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ബട്ട് ഇതൊന്നും പ്രോബ്ലത്തിലോ തിയറത്തിലോ നമുക്കിത് വേണ്ട, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. സോ നമ്മൾ ഈ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ പോകുന്നത്. അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞേക്കണേ? ഒരു ഇൻസിഡൻസ് മെട്രിക്സ് വേണം, അത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം, അതിൽ n വേർട്ടിസസ് ഉണ്ടാവണം. ഇനി അതിൻ്റെ n-1 ഇൻറ്റു n-1 സബ് മെട്രിക്സ് ഓഫ്, അതായത് ഈ n-1 ഇൻറ്റു n-1 എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എന്താണ്? നമ്മളിപ്പോൾ n-1 ഇൻറ്റു n-1 എന്താണ് എന്നുള്ള എക്സാമ്പിൾ നമ്മളിവിടെ നോക്കി. അതായത് നമുക്കിവിടെ കിട്ടിയത് 3/3 എന്ന് കിട്ടി. അതായത് അത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അല്ലാത്തിടത്തോളം കാലം ഇത് ഈ എ ഓഫ് ജിയോ എ ഓഫ് എച്ചോ സ്ക്വയർ മെട്രിക്സ് അല്ല. പക്ഷേ n-1 ഇൻറ്റു n-1 വരുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ക്വയർ മെട്രിക്സ്. നമുക്കവിടെ സ്ക്വയർ മെട്രിക്സ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് വേറൊരു കാര്യം പറയുന്നത് എ ഓഫ് ജി ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ n-1 എഡ്ജസ് കറസ്പോണ്ടിങ് ടു ദ n-1 കോളംസ് ഓഫ് ദിസ് മെട്രിക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്പാനിങ് ട്രീ. അപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻറ്റ് വാല്യൂ ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. നമുക്കിവിടെ കിട്ടിയതിലും എന്താണ്? ഞാനിവിടെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ കൂടി ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ദ മെട്രിക്സ് ഇസ് നോൺ സിംഗുലർ. അത് ഒരു നോൺ സിംഗുലർ ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നോൺ സിംഗുലർ ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് V1 V2 V3 മാത്രമാണ് വരുന്നത്. ഇവിടെ E1 E2 E3 ആണ് വരുന്നത് അല്ലേ? V1 V2 V3 E1 E2 E3 ആണ് നമുക്ക് ഇവിടെ വരുന്ന കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ദിസ് ഗ്രാഫ്, വാട്ട് അബൌട്ട് ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പാനിങ് ട്രീ അല്ലേ? ഇറ്റ് ഇസ് എ സ്പാനിങ് ട്രീ ആണ്. കാരണം ക്ലോസ്ഡ് അല്ല. നമുക്ക് വേർട്ടിസസ് ഏത് വെർട്ടെക്സ് നോക്കിയാലും അതിന് ഒരു കറസ്പോണ്ടിങ് പാത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല ഇതിൽ 4 വേർട്ടിസസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ മെനി എഡ്ജസ് വരുന്നുണ്ട്? 3 എഡ്ജസ്. എ ട്രീ ഹാസ് n വേർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ തിയറം, ഇനിയാണ് നമ്മുടെ തിയറം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി തിയറത്തിൻ്റെ പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ നോക്കിയത് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ ഒന്നും തന്നെ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ അത് കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് എന്താ പറയേണ്ടത്? ആദ്യം നമ്മുടെ ഗിവൺ കണ്ടീഷൻസ് ഒന്ന് എഴുതാം. അതായത് ലെറ്റ് G be a connected graph with n vertices and m edges. m edges എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് n vertices and m edges. നമ്പർ ഓഫ് എഡ്ജസ് എന്തായാലും എന്താണ്? കൂടുതലായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇൻസിഡൻസ് മാട്രിക്സ് നമ്മളിപ്പോൾ നോക്കിയതിൽ തന്നെ 4 വേർട്ടിസസും നമുക്ക് എത്ര എഡ്ജസ് വരുന്നുണ്ട്? 5 എഡ്ജസുമാണ് വരുന്നത്. അപ്പോൾ 5 എഡ്ജസ് വരുന്നുണ്ടെങ്കിൽ m, അതായത് 5 ഈസ് ഗ്രേറ്റർ ദാൻ n-1 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 3.
നമ്പർ ഓഫ് എഡ്ജസ് നമ്പർ ഓഫ് വേർട്ടിസസിനേക്കാളും n-1 എന്ന് പറയുമ്പോൾ വേർട്ടെക്സിൽ ഒന്ന് കുറഞ്ഞാലും നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഇനി അതിനകത്ത് ഒരു ഇൻസിഡൻസ് മാട്രിക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ n റോസും m കോളംസുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇനി ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നമ്മുടെ ഒരു തിയറം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ 64 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ കണക്റ്റഡ് ഗ്രാഫ് ഇസ് എ ട്രീ if and only if the reduced incidence matrix of G is non-singular എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ട്രീ ആവണമെങ്കിൽ if a connected graph is a tree if and only if the reduced incidence matrix is non-singular. അപ്പോൾ reduced incidence matrix എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർട്ടെക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്താൽ, ഒരു വെർട്ടെക്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ പേര് അല്ലെങ്കിൽ ആ മെട്രിക്സിൻ്റെ പേര് എന്താണ്, റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. എന്നാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ വെർട്ടെക്സിൻ്റെ പേരാണ് റെഫറൻസ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ we know that every square matrix of order n-1 by n-1 n-1 by n-1 എന്ന് പറയുന്നത് നമ്മുടെ എടുത്ത ആ 3/3 എന്ന ഒരു ഇത് കോൺസെപ്റ്റ് മനസ്സിൽ ഓർമ്മയിൽ വെച്ചേക്കുക. സോ വി നോ ദാറ്റ് എവറി സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n-1 by n-1 ഇൻ ദ ഇൻസിഡൻസ് മെട്രിക്സ് ഇസ് ദ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. കാരണം ഈ 3/3 എന്ന് പറയുന്നത് എന്താണ്, ദിസ് മെട്രിക്സ്. അതായത് ഞാൻ ഗ്രാഫ് ഒന്നുകൂടി കാണിക്കാം. ഈ ഗ്രാഫിൽ വരുന്ന ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എ ഓഫ് H1 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ്, ഇറ്റ് ഇസ് കോൾഡ് എസ് ദ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ഈ ഒരു ഇത് ഓർമ്മയിൽ വെച്ചേക്കുക. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ n-1 ഇൻറ്റു n-1 ആണെങ്കിൽ ഈ അത് എന്താണ്, റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ഇപ്പോൾ ഓഫ് സം ഗ്രാഫ് സബ് ഗ്രാഫ് ആണല്ലോ, സബ് ഗ്രാഫിൻ്റെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് ആണ് നമ്മൾ എടുത്തത്. എ ഓഫ് ജി എടുത്തു, എ ഓഫ് H എടുത്തു, Hൽ നിന്നാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുത്ത്. അതുപോലെ തന്നെ ആ സ്ക്വയർ മെട്രിക്സ്, അതായത് ഒരു മെട്രിക്സ് നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് തന്നാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, അത് തീർച്ചയായിട്ടും സ്ക്വയർ മെട്രിക്സും കൂടി ആയിരിക്കും എന്നുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുക, ആൻഡ് വൈസ് വേഴ്സ. ഇനി we also know that a square submatrix of A of G is non-singular if and only if the corresponding subgraph is a tree. അതായത് നമ്മുടെ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ തിയറത്തിൻ്റെ കോൺസെപ്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്ത്. കണക്റ്റഡ് ഗ്രാഫ് G is a tree if and only if the reduced incidence matrix of G is non-singular. ഈ തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സ്ക്വയർ മെട്രിക്സിലെ ഗ്രാഫ്, അതായത് ഈ തിയറം പറയണമെങ്കിൽ പ്രീവിയസ്ലി ആ ഒരു തിയറം അറിഞ്ഞിരിക്കണം, ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കറസ്പോണ്ടിങ് സബ് ഗ്രാഫ് ഇസ് എ ട്രീ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇഫ് എ ട്രീ, അപ്പോൾ ഹെൻസ് ബൈ ദ തിയറം, നമ്മുടെ ആ തിയറം അനുസരിച്ച് എ ട്രീ ഇസ് എ സ്പാനിങ് ട്രീ ബിക്കോസ് ഈ ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ സ്പാനിങ് ട്രീ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് n-1 എഡ്ജസ് ഓഫ് ദ n വെർട്ടെക്സ് ഗ്രാഫ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളെടുത്ത ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണല്ലോ നമ്മളെടുത്ത ഗ്രാഫ്. V1 V2 V3 V4 എന്ന് പറയുമ്പോൾ ഇത് ഒരു ട്രീ ആണ്. അത് മാത്രമല്ല ഇത് ഒരു സ്പാനിങ് ട്രീയും കൂടിയാണ്. അപ്പോൾ n-1 എഡ്ജസ്, വെർട്ടെക്സ് കുറയുന്നില്ല, n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ് ആണ് വരുന്നത്. ഒരു ട്രീ ആകുമ്പോൾ n വെർട്ടിസസ് n-1 എഡ്ജസ് ആണ് പോസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ n-1 by n-1 സബ് മെട്രിക്സ് ഓഫ് A of G ഇസ് നോൺ സിംഗുലർ. ഈ നോൺ സിംഗുലർ അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്പാനിങ് ട്രീ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് പ്രൂഫ് ഇല്ല, ബട്ട് ദ കോൺസെപ്റ്റ്, ദ ഐഡിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് തിയറം കൂടി അറിഞ്ഞിരിക്കണം, പ്ലസ് ഈ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ നോക്കി വെച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ തിയറത്തിന് വേറെ പ്രൂഫായിട്ടില്ല, ബട്ട് ഇതിന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് തിയറം ആൻഡ് ദ ഡെഫിനിഷൻ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.